വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കലാപമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കലാപം വലിയ രീതിയിൽ തന്നെ ആളിപ്പടരുകയും ഹിന്ദു വീടുകൾക്കും കടകൾക്കും നേരെ ആക്രമണമുണ്ടാകുകയും ഹിന്ദു കടകളും വീടുകളും കൊള്ളയടിക്കുകയും 3 ഹിന്ദുക്കളെ ചുട്ടരിച്ച് കൊല്ലുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അച്ഛനെയും മകനെയും അടക്കം 3 പേരെയാണ് ചുട്ടുകൊന്നിരിക്കുന്നത്. ഒരു വീട്ടിലേക്ക് ഇവർ എരച്ചെത്തുകയും ഈ മതമൗലികവാദികൾ എരച്ചെത്തുകയും വീട് വളഞ്ഞ് കല്ലെറിയുകയും തുടർന്ന് പെട്രോൾ ബോംബ് എറിഞ്ഞാണ് ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ കലാപം ഇപ്പോൾ ത്രിപുരയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ത്രിപുരയിലെ ഉനാക്കോട്ട് ജില്ലയിലെ കൈലാഷ് ഗർ എന്ന് പറയുന്ന ഹൈവേയിൽ പോലീസിനെ ഈ കലാപകാരികൾ ആക്രമിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ ഹിന്ദു വീടുകൾക്കും മറ്റും മുൻപ് നമ്മൾ ഇത്തരത്തിലൊരു കാഴ്ച കണ്ടതാണ്. ഇവിടെ മറ്റൊരു വാദം കൂടി ഉയർന്നു വരുന്നു. പശ്ചിമ ബംഗ്ലാദേശ് ആവശ്യമുയർത്തിക്കൊണ്ട് ചില മതമൗലികവാദ സംഘടനകൾ നേരത്തെ തന്നെ ബംഗ്ലാദേശിൽ പ്രവർത്തനം നടത്തിയിരുന്നു. ആ സംഘടനകളും വ്യാപകമായി തന്നെ ഈ കലാപത്തിൻ്റെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ മമതാ ബാനർജിയുടെ ഉത്തരവിന് കത്ത് നിൽക്കാതെ കൽക്കത്ത ഹൈക്കോടതി അക്രമം അമർച്ച ചെയ്യാൻ കേന്ദ്രസേനയെ വിളിച്ചു വരുത്തി. കേന്ദ്രസേന ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് മുർഷിദാബാദ്. പക്ഷേ മുർഷിദാബാദിന് പുറമെ മറ്റിടങ്ങളിൽ കൂടി വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ അക്രമം വ്യാപിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഈ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് കേന്ദ്രസേനയെ വിളിക്കേണ്ട ഒരു സാഹചര്യം. കൂടുതൽ കേന്ദ്രസേന അയക്കുമെന്ന് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും വലിയൊരു വാർത്ത, ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൊല്ലപ്പെട്ടത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ആയതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടാത്തത്. ഏതായാലും ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ക്ഷേത്രങ്ങളടക്കം തച്ചു തകർത്തുകൊണ്ടുള്ള ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. വലിയ കലാപമെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.